നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തരമായ പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് എം.പി. ഇക്കാര്യം ആവശ്യപ്പെട്ടത്. യോഗത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. അധ്യക്ഷത വഹിച്ചു. എ.പി. അബ്ദുൽ സമദ് സമദാനി എം.പി., ടി.വി. ഇബ്രാഹിം എം.എൽ.എ., ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.എ. ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, DRDA പ്രൊജക്ട് ഡയറക്ടർ നൈസി റഹ്മാൻ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഗർഭാശയകള ക്യാൻസർ ചെറുക്കുന്ന HPV വാക്സിനേഷൻ, ജപ്പാൻ ജ്വരത്തിനെതിരെയുള്ള JE വാക്സിനേഷൻ എന്നിവയിൽ 24% 11.9% മാത്രമാണ് പുരോഗതി ഉണ്ടായതെന്ന് DMO ശ്രദ്ധയിൽപ്പെടുത്തി. വാക്സിനോട് വിമുഖതയുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യവകുപ്പിന്റെ ശക്തമായ ബോധവൽക്കരണവും തുടർ നടപടികളും ആവശ്യമാണെന്നും എ.പി. അബ്ദുൽ സമദ് സമദാനി എം.പി. പറഞ്ഞു. ജില്ലയിൽ 1084 TB രോഗികളും 31 ലെപ്രസി രോഗികളുമുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും DMO പറഞ്ഞു. രോഗവ്യാപനത്തിനെതിരെ അതിഥി തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണവും പരിശോധനയും നടന്നുവരുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട 22 മൈക്രോഫൈലേറിയ കേസുകൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും DMO അറിയിച്ചു. മരണകാരണമായേക്കാവുന്ന മാരക രോഗങ്ങളുടെ വ്യാപനം ചെറുക്കുന്നതിനായി മതിയായ ഐസൊലേഷൻ റൂമുകൾ ലഭ്യമാക്കാനാവശ്യമായ നടപടികൾ ആലോചിക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. വിവിധ കേന്ദ്ര പദ്ധതികളായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ യോജന നിർത്തട ഘടകം, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന, സംയോജിത ശിശുവികസന പദ്ധതി, ജലജീവൻ മിഷൻ, കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ, സമഗ്ര ശിക്ഷാ കേരളം, ട്രൈബൽ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ, ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, പട്ടികജാതി വികസന വകുപ്പിന്റെ ക്ഷേമ പദ്ധതികൾ, പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന, PM കുസും, പോസ്റ്റൽ സർവീസ്, MP, MLA ഫണ്ട് വിനിയോഗം തുടങ്ങിയവ യോഗത്തിൽ ചർച്ച ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ പരിശ്രമിക്കണമെന്നും പദ്ധതികൾ പൂർത്തീകരിക്കാൻ നിർവഹണ ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. തടസ്സം നീക്കുന്നതിനും പൂർത്തീകരണം വേഗത്തിലാക്കുന്നതിനും എല്ലാവരുടെയും സഹകരണം അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂർത്തിയായ പദ്ധതികളുടെ ഉപയോഗ സർട്ടിഫിക്കറ്റുകൾ ഉടൻ സമർപ്പിക്കണമെന്നും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഫണ്ടുകൾ മുടങ്ങുന്ന അവസ്ഥയുണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. Is